ഹായ് ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ചേച്ചി ഒരു 2-3 ദിവസം ലീവിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലീവ് കഴിഞ്ഞു, തിരിച്ച് അവളെ ആക്കാനായിട്ട് നമ്മളെ KSRTC സ്റ്റാൻഡിൽ പോവുകയാണ്, പാലക്കാട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ ഇറങ്ങാറുണ്ട്. ഇന്ന് സമയം 7:20-നൊക്കെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റ് 7:55-ന് പറമ്പിക്കുളത്തിലോട്ടുള്ള ബസ് എടുക്കും കേട്ടോ, KSRTC സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു 10 കിലോമീറ്ററൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ എത്തി ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോഴത്തേനും ബസ് വന്നു കേട്ടോ. പറമ്പിക്കുളത്തിലേക്കുള്ള ബസ് വന്നു. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, ആ റൂട്ടായതുകൊണ്ട് അത്രയ്ക്ക് തിരക്കുണ്ടാവില്ല. ചേച്ചി രാവിലെ മുതൽ തന്നെ മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. അത് അവളുടെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആള് ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ്. കാരണം ഉണ്ണീനെ വിട്ടിട്ട് വന്നതാണല്ലോ. രാവിലെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലോട്ട് വരുമ്പോഴത്തേനും അവൻ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ തിരിച്ച് വീടെത്തി. അപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല, അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിലുള്ള പണികളൊക്കെ മേമയും കൂടെ വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ മേമ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് വന്ന ഉടനെ തന്നെ മേമ എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി ഞാൻ നേരെ പഠിക്കാനായിട്ടിരുന്നു. വീടിനകത്ത് ഭയങ്കര ചൂട് എടുക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ചെയറോട്ട് പുറത്തിരുന്നിട്ടാണ് കുറച്ചു നേരം വായിച്ചത്. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് 2024 ജനുവരി മുതൽ ഡിസംബർ വരെ എത്രയും വേഗം ഒന്ന് തീർക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കൂടുതലും ഞാൻ കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ജൂൺ വരെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് തീർത്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കാമല്ലോ. പിന്നെ സൈലത്തിൻ്റെ തന്നെ മാഗസിൻ നോക്കിയായിരുന്നു കേട്ടോ. 20 രൂപയാണ് അതിൻ്റെ റേറ്റ്. അതിനകത്ത് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, മലയാളമൊക്കെ ഉണ്ടാവും. എല്ലാം ഓരോ പേജൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ GK ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, ജോഗ്രഫി ഉണ്ടാവും, അങ്ങനെ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മളുടെ ഒരു തൊഴിൽ വാർത്തയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ഏകദേശം ആ ഒരു പാറ്റേണൊക്കെയാണ്. പക്ഷെ തൊഴിൽ വാർത്തൻ്റെ അത്ര ഓവർലോഡ് ആയിട്ട് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് അത് നോക്കി പഠിച്ചെങ്ങനെ പോവാം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, ഇപ്പോൾ മാത്സ് ഇഷ്ടമുള്ളവർക്ക് അത് തന്നെ കൂടുതലായിട്ട് അവർ വർക്കൗട്ട് ചെയ്യും, പഠിക്കും. അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ മലയാളം പഠിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു രീതിയല്ല. അപ്പോൾ എല്ലാ സബ്ജക്റ്റും കുറച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പഠിക്കാനായിട്ട് നമ്മുടെ ഈ മാഗസിൻ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഇരുന്ന് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പഠിക്കുന്നതാണെന്ന് എനിക്ക് ആ മാഗസിൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സൊക്കെ അവസാന നിമിഷം വായിച്ച ഒന്നും മനസ്സിലാവില്ല. എക്കണോമിക്സിൻ്റെ ചില ഭാഗങ്ങൾ കേട്ടോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നേ കൂട്ടിയിട്ട് ടഫുള്ള വിഷയങ്ങളൊക്കെ കുറച്ച് സമയമെടുത്ത് പതുക്കെ ഇങ്ങനെ പഠിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. രുദ്രക്കുട്ടൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കണ്ണൊന്ന് തെറ്റി അവൻ ചിലപ്പോൾ ആ മരത്തിൻ്റെ ബാക്കിലൊക്കെ ഒളിഞ്ഞിരിക്കാറുണ്ട്. അങ്ങനെ 1-2 തവണയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങനെയൊക്കെ ചെയ്യും. അവൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു 12:30 ആയപ്പോഴത്തേനും നല്ല ചൂടും വെയിലൊക്കെ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇന്ന് മുളക് ബജിയും വാഴക്ക ബജിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് മേമയിൽ പോവും കേട്ടോ. അപ്പോൾ രുദ്രക്കുട്ടനും മേമയും ഏട്ടനും അതേപോലെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായി. അവന് ഈ ബജിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അവന് ഈ ബജിയുടെ മാവ് കൊണ്ട് തന്നെ ചെറുതായിട്ട് പൊക്കവട പോലെ ഉണ്ടാക്കി കൊടുത്ത് അവനത് കഴിച്ചോളും. ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അവനൊരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. അതാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവരിതേ ഇറങ്ങുകയാണ്. പെട്ടെന്ന് അവർ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ രുദ്രുവിന് ആകെ വിഷമായി, മുഖമൊക്കെ വാടി, ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ, സീ യു.